നമസ്കാരം. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്റെ സർവ്വത്തിയാറ്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വികസന സാധ്യതകളെയാണ് എന്റെ സർവ്വത്തിയാറ് തുറന്നു നൽകുന്നത്. ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് 670ഓളം കിലോമീറ്ററുകൾ വരുന്ന കേരളത്തിലെ ദേശീയ പാതയിലൂടെ സഞ്ചരിക്കാമെന്ന വലിയ നേട്ടമാണ് നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. വലിയ നേട്ടം നമ്മൾ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനേകം വരുന്ന കോട്ടങ്ങൾ നമ്മൾ നേരിടേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. പ്രശസ്തനായ ജാപ്പനീസ് കവി ബാഷോ പറയുന്നു, നിങ്ങളൊരു പൂവ് ചെടിയിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ ഈ പ്രപഞ്ചമാകെ അട്ടഹസിക്കുന്നു എന്ന്. ഇന്ന് ഒരു പൂവല്ല, ഒരു പൂന്തോട്ടത്തെ തന്നെ നമ്മൾ അടർത്തിയെടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന്. ഒട്ടനേകം വരുന്ന മലകളെയാണ് നമ്മൾ കീറി മുറിച്ചത്. അതിലേറെ മരങ്ങളെ നമ്മൾ വെട്ടിമുറിച്ചു. നമ്മുടെ പ്രകൃതിയുടെ ഒരു നല്ല സമ്പത്തിനെ തന്നെ നമ്മൾ ഇല്ലാതാക്കി ഈ ദേശീയപാതയ്ക്ക് വേണ്ടി. എന്തിനേറെ, ദേശീയപാതയ്ക്ക് വേണ്ടി കീറിമുറിച്ച പല മലകളുടെയും ശേഷിക്കുന്ന ഭാഗങ്ങളെപ്പോലും പൂർണ്ണമായി സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. നിലവിൽ പല കോൺട്രാക്ടർമാരും കേരളത്തിൽ ചെയ്തു പോരുന്നത് ശേഷിക്കപ്പെടുന്ന മലനിരയിലേക്ക് ആഴത്തിൽ കമ്പി ഇറക്കുകയും പുറത്തേക്ക് പൈപ്പുകൾ ബന്ധിപ്പിക്കുകയും ശേഷം സിമന്റ് കൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന രീതിയാണ്. ഈ രീതി ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പരാതി. നിലവിൽ കാസർഗോഡ് സച്ചിലെ കരാർ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. റോഡ് നിർമ്മാണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഭൂമിശാസ്ത്രപരമായ ഘടന. കുന്നിലെ പാറയുടെ സ്വഭാവം എന്താണ്, രാസഘടന എങ്ങനെയുണ്ട്, മണ്ണിന്റെ ഘടന എന്താണ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്ക് പടിഞ്ഞാറൻ മൺസൂണുമെല്ലാം കേരളത്തിന് ഭൂമിശാസ്ത്രപരമായ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഈ അടുത്ത് മലപ്പുറം കൂരിയാടുണ്ടായ ദേശീയപാതയുടെ ദുരന്തത്തെക്കുറിച്ച് പഠനം നടത്തിയ റിപ്പോർട്ട് വന്നപ്പോൾ മണ്ണിൽ പരിശോധന നടത്തിയില്ല എന്നതാണ് ആ ദുരന്തത്തിന് കാരണമായതെന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പഠനത്തിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാവുകയാണ്. മാത്രമല്ല, പഴയ NH-17 വയൽ തോടുകൾ റോഡ് കടത്താൻ ഒട്ടനേകം ഓവുപാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന NH-66 ഇത്തരത്തിൽ വയൽ തോടുകൾ റോഡ് കടത്താൻ ഒട്ടനേകം ഓവുപാലങ്ങൾ ഇല്ല എന്ന പരാതി വ്യാപകമായി ഉയരുകയാണ്. 2024 കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ഡോക്ടർ KG താര നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ദേശീയപാതയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്. യാതൊരുവിധ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും ഇല്ലാതെ, സേഫ്റ്റി പ്രിക്കോഷൻസും ഇല്ലാതെ ഒരു പാറയെ അങ്ങനെ തന്നെ നിർത്തി എന്നതാണ് ആ നാടിനെ കണ്ണിലാഴ്ത്തിയതെങ്കിൽ ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒട്ടേറെ മലകളാണ് ഒട്ടും സുരക്ഷിതമല്ലാതെ നിലകൊള്ളുന്നത്. ഇത് കേരളത്തെ വലിയ ഭീകരതയിലേക്ക് എത്തിക്കുമെന്നാണ് KG താര പറഞ്ഞിരിക്കുന്നത്. കേരള സമൂഹത്തെ ഏറെ ഞെട്ടിക്കുന്ന മറ്റൊരു വിഷയമാണ് പാരിസ്ഥിതികാഘാത പഠനം നടത്താതെയാണ് NH-66 ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് എന്നത്. നിലവിലെ നിയമപ്രകാരം പരിസ്ഥിതികാഘാത പഠനം നടത്തണമെങ്കിൽ 100 കിലോമീറ്റർ നീളമോ അതല്ലെങ്കിൽ 60 മീറ്ററിലേറെ വീതിയോ ഒരു പാതക്കുണ്ടായിരിക്കണമെന്നതാണ് നിയമം. ഈ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി 100 കിലോമീറ്ററിന് താഴെയുള്ള പല സെക്ഷനുകളാക്കി തലപ്പാടി മുതൽ നീലേശ്വരം വരെ, നീലേശ്വരം മുതൽ മുഴപ്പിലങ്ങാടി വരെ, മുഴപ്പിലങ്ങാടി മുതൽ മാഹി ബൈപ്പാസ് എന്നിങ്ങനെ പല സെക്ഷനുകളാക്കി പല കോൺട്രാക്ടർമാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. യഥാർത്ഥത്തിൽ കോൺട്രാക്ടർമാർ മാത്രമല്ല മാറുന്നുള്ളൂ. ദേശീയപാത അതോറിറ്റിക്കോ ദേശീയപാതക്കോ മാറ്റമുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് തന്നെയാണ് വർദ്ധിച്ചു വരുന്ന ദേശീയപാത അപകടങ്ങളും ഉദ്യോഗസ്ഥരുടെ അനീതിയും നമ്മൾ കാണേണ്ടി വരുന്നത്. മഴയും എത്തും മുമ്പേ, ദേശീയപാതയുടെ പണി പൂർത്തിയാകും മുമ്പേ ഒട്ടനേകം ഭാഗങ്ങളിൽ റോഡിലെ വിള്ളൽ നമ്മൾ കണ്ടു. പല സർവീസ് റോഡുകളും കനാലുകൾക്ക് സമാനമായി. കേവലം കേരളത്തിൽ ഒതുങ്ങുന്നതല്ല ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചകൾ. രാജസ്ഥാനിലെ ഭാർപൂരിലും ബീഹാറിലെ ഗോപാൽഗഞ്ച് അടക്കം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് കാത്തിരുന്ന കോടികൾ വിലയടങ്ങുന്ന പാലങ്ങൾ വരെ തകർന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ, ബീഹാറിൽ ഇക്കഴിഞ്ഞ മഴക്കാലത്ത് 2 ആഴ്ചക്കിടെ 10ലേറെ പാലങ്ങൾ തകർന്നുവെന്ന വാർത്ത കൂടി നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പഠനത്തിന്റെയും പരിസ്ഥിതികാഘാത പഠനത്തിന്റെയും പ്രാധാന്യം കൂടുതൽ വ്യക്തമാവുകയാണ്. പരിസ്ഥിതി ചിന്തകനായ നോബൽ എം പൈക്കട കേരളത്തോട് പറയുന്നുണ്ട്, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിനെയും ഗോദർനാഥിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 889 കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ചാർധാം ഹൈവേ കേരളത്തിന് സമാനമായ രൂപത്തിൽ പരിസ്ഥിതികാഘാത പഠനം നടത്താതെ നിർമ്മിക്കാൻ ശ്രമിച്ച പാതയായിരുന്നുവെന്നും
അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രതിസന്ധികൾ ആ പാതയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും പറയുന്നു. നമ്മുടെ ആവശ്യം കേവലം ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല. വേഗതയിൽ പോയി വേഗതയിൽ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ജീവനും സുരക്ഷ വേണമല്ലോ. തിരുത്താനുള്ള ഉത്തരവാദിത്തം ശാസ്ത്ര സമൂഹത്തിനുണ്ട്. അത് കേൾക്കാനും വേണ്ട നടപടികൾ എടുക്കാനുമുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്കുണ്ട്. തിരുത്താൻ ശാസ്ത്ര സമൂഹവും അത് കേൾക്കാനും വേണ്ട നടപടികൾ എടുക്കാനും ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളും തയ്യാറാകുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം സ്നേഹത്തോടെ ഏറ്റെടുത്ത് നടത്താനുള്ള ഉത്തരവാദിത്തം പ്രിയപ്പെട്ടവരെ നമുക്കാണ് എന്ന് ഡോക്ടർ KG താര പറയുമ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം സർക്കാർ സംവിധാനങ്ങൾക്കോ ശാസ്ത്ര സമൂഹത്തിനോ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനും നഷ്ടങ്ങളെ ഓർത്ത് ജീവിതത്തെ തള്ളി നീക്കാനും ബാക്കിയാവുന്നത് നമ്മൾ മാത്രമായിരിക്കും. നന്ദി.